തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ വീഴ്ച സമ്മതിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഗുരുതര കൃത്യവിലോപത്തിന് ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കോർപ്പറേഷന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. നേരത്തെ മേയർ പറഞ്ഞത് ഇതൊക്കെ റെയിൽവേ ചെയ്യേണ്ട പണിയാണ്, ഞങ്ങളുടെ ജോലിയല്ല, റെയിൽവേ ആണ് അവിടെയെല്ലാം മാലിന്യം നിറയ്ക്കുന്നത്, ഇത് കോർപ്പറേഷന്റെ മുകളിൽ കെട്ടിവെക്കേണ്ട എന്നൊക്കെയാണ് അവിടെ ജോയി ആ അപകടത്തിൽപ്പെട്ട ജോയിയെ തിരയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് മേയർ പറഞ്ഞത്. പക്ഷേ അഖിൽ പാലോട്ടുപടം ചേരുകയാണ്. അഖിൽ, ഇപ്പോൾ കോർപ്പറേഷൻ സമ്മതിക്കുകയാണല്ലോ, അവരുടെ ഈ മാലിന്യ നീക്കം പരാജയപ്പെട്ടു എന്നതിൻ്റെ സമ്മതമല്ലേ? അതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ, ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ കോർപ്പറേഷൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ കോർപ്പറേഷൻ തങ്ങളുടെ വീഴ്ചയാണ് എന്ന് സമ്മതിക്കുകയല്ലേ അഖിൽ? ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾക്കിടയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട് അത് വലിയ വിവാദങ്ങൾക്കിടയുണ്ടാക്കുമ്പോഴാണ് ഒരു ആഭ്യന്തര അന്വേഷണം നടത്താൻ വേണ്ടി ഒടുവിൽ നഗരസഭ തീരുമാനമെടുത്തത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന ആ റിപ്പോർട്ട് പറയുന്നത് ഗുരുതരമായ കൃത്യവിലോപം അത് നഗരസഭയിലെ ജീവനക്കാർക്ക് തന്നെ ഉണ്ടായി. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി. തമ്പാനൂർ പോലുള്ള പ്രദേശങ്ങൾ കൈകാര്യം ചെയ്ത ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേശന് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് തോട് വൃത്തിയാക്കൽ, മാലിന്യം തള്ളുന്ന തടയൽ എന്നിവയിൽ ചുമതലയുണ്ടായിരുന്നിട്ട് പോലും അത് കാര്യമായി ഇടപെടാൻ ഗണേശന് കഴിഞ്ഞില്ല. ഇത് വലിയ വീഴ്ചയായി കണ്ടെത്തുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ. ഒടുവിൽ സമ്മതിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ മാലിന്യ പ്രശ്നത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് നഗരസഭയുടെ തന്നെ വീഴ്ചയാണ് എന്ന് ഇപ്പോൾ ഈ റിപ്പോർട്ട് നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിനോദ്.